വനാതിർത്തിയിലാണ് കുമ്പളത്താമൺ ഗ്രാമം. 4 നാളായി മേഖലയാകെ കടുവാ ഭീതിയിലാണ്. പകൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്തത്ര ഭയപ്പാടിലാണ് നാട്ടുകാർ. കൂട് വെച്ചൊരുക്കിയിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് കയറാൻ മടിച്ച് നിൽക്കുക, കയറുന്നില്ല. ഞങ്ങൾക്ക് ഇപ്പം വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പം സന്ധ്യ കഴിഞ്ഞാൽ റോഡിലോട്ടൊന്നും ഇറങ്ങണമെങ്കിലും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കാര്യം ഭയമാണ്. ഇന്നലെ വൈകുന്നേരം കൂട് സ്ഥാപിക്കാൻ വനം വകുപ്പ് ജീവനക്കാർ എത്തിയപ്പോഴും മേഖലയിൽ കടുവയുണ്ടായിരുന്നു. പടക്കം പൊട്ടിച്ച് കടുവയെ തുരത്തിയ ശേഷമാണ് കൂട് വെച്ചത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വീണ്ടും വന്യജീവി എത്തി. കൂടിന് സമീപം വരെ വന്ന് മടങ്ങുകയാണുണ്ടായത്. ഞങ്ങൾക്ക് ഇതുവരെ വന്യമൃഗങ്ങളുടെ വലിയ ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഞങ്ങൾക്കിപ്പം വീടിന് പുറത്തിറങ്ങാൻ വയ്യാത്ത സാഹചര്യം വന്നേക്കുവാണ്. അവിടെ കടുവ വന്നിടത്തും കൂട് കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് എന്നിട്ടാണ് ഈ കടുവ രാത്രി ആയപ്പോണ്ട് ബാലപാടിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അവിടെ കടുവ വന്ന് ഒരു പയ്യ ഇതുപോലെ മൂത്രമൊഴിക്കാനും കണ്ട് ഇറങ്ങിപ്പോയപ്പോൾ കടുവ അവിടെ നിൽപ്പുണ്ടെന്ന് ഇത് പേടിച്ച് കടുവ വന്ന് ഇവരെ നോക്കിയപ്പോൾ കടുവ എല്ലാം ഉണ്ട്. പച്ചമാംസത്തേക്കാൾ പഴകിയ മാംസത്തോട് താല്പര്യമുള്ള വന്യജീവി വീണ്ടും എത്തുമെന്നാണ് പ്രതീക്ഷ. പോത്തിന്റെ ശരീരഭാഗങ്ങൾ തന്നെയാണ് കൂട്ടിൽ തീറ്റയായി വെച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച വൈകുന്നേരമാണ് ജംഗിൾ ബുക്ക് എന്ന ഫാമിലെ പോത്തുകളിൽ ഒന്നിനെ കടുവ കടിച്ചുകൊന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.